മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ജയനോ? അതെ സാർ. 2 ഷിപ്പും ഹാർബർ വിട്ടു. അതാണ് ഇന്ന് തന്നെ മടങ്ങിയെത്തിയത്. വളരെ സന്തോഷം. ഏജൻസിക്കാരുടെ ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാം വേണ്ടതുപോലെ ചെയ്യുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ഞാൻ ജയനെ തന്നെ അങ്ങോട്ട് അയച്ചത്. ജയൻ വീട്ടിൽ പോയില്ല അല്ലേ? സാറിനെ കാണാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്? എന്താ സാർ, വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല. സാറിനെന്താ ആവപ്പാടൊരു വല്ലായ്മ പോലെ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആ അസുഖത്തിന്റെ ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ സാർ? ശരി. ജയന് പണം വല്ലതും വേണോ? നോ താങ്ക്സ്. സാർ ഫയൽ അങ്ങനെ തന്നേക്കൂ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. എന്നെക്കുറിച്ച് രമ ജയനോട് എന്തെങ്കിലും പറഞ്ഞാൽ? രാജേട്ടൻ വയ്ക്കൂ. ശരി. ആരത്? ഞാനാ രമേ, ജയൻ. എന്താ രമേ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഏയ്, ഒന്നുമില്ല. ഓ, ഞാൻ വരാൻ താമസിച്ചുള്ള പരിഭവമായിരിക്കും ശ്രീമതിക്ക് അല്ലേ? ആ, നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാണണ്ടേ? വാ വാ വാ. പൈസ രൂപയ്ക്ക് കൊള്ളല്ലേ? ആ, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. ഇതെല്ലാം വളരെ വില കൂടിയ സാരികളാണല്ലോ. ആ, പക്ഷെ ഇതൊന്നും ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ ചന്ദ്രശേഖരൻ സാർ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഷിപ്പിലെ ക്യാപ്റ്റൻ കൊണ്ട് തന്നതാ. മുതലാളി ഹാർബർ വിസിറ്റിങ്ങിന് ചെല്ലുന്നതിനേക്കാൾ വലിയ സ്വീകരണമായിരുന്നു എനിക്ക്. താമസമാണെങ്കിൽ സ്വർഗീയ സുഖം. എനിക്ക് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് മുതലാളി അടിക്കടി ഫോൺ ചെയ്ത് പറയുമായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ മുതലാളിയെ ലോകത്താർക്കും കിട്ടില്ല. ജയേട്ട് നേരെ വല്ലതുണ്ടെങ്കിൽ പറ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ പിന്നെ അയാളുടെ ഒരു സ്നേഹം. നന്ദിയെ പറയരുത്. അദ്ദേഹം ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. സ്വന്തം സഹോദരനെ പോലെയാണ് ആ മനുഷ്യനെ കാണുന്നത്. ഒന്ന് മതിയാക്കുന്നുണ്ടോ? ആ നാറിയെ മുതലാളി എന്ന് വിളിച്ചാലും മതി. അദ്ദേഹത്തെ നീ നാറി എന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ തല്ലിപ്പോയത്. നന്ദി കരുത ഒരു അതിര് വേണം. എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതോ? ഇനി എന്നെ തല്ലാനുണ്ടെങ്കിൽ തല്ലിക്കോ, എന്നിട്ട് പറയാം. രമേ, ആ തെമ്മാടി നിങ്ങൾക്ക് ഉദ്യോഗക്കയറ്റം തന്നതും സൽക്കരിക്കുന്നതുമൊക്കെ സ്നേഹം കൊണ്ടല്ല, എന്നെ കണ്ടുകൊണ്ടാണ്. ജയേട്ടനെ ഹാർബറിലേക്ക് അയച്ചിട്ട് അയാൾ ഇന്നലെ രാത്രി കുടിച്ചുകൊണ്ടുവന്ന് എന്നെ കയറി പിടിച്ചു. നീ എന്താ പറഞ്ഞത്? നിങ്ങളെ ഒരു പെണ്ണുകുട്ടിയായിട്ട് അവൻ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ അവന്റെ വെപ്പാട്ടിയാകണമെന്ന്. സുവർണക്ഷേത്രത്തിൽ വെടി. അതേടാ, ഞാൻ തന്നെ. നീ എന്നെ മാനേജറാക്കിയത് എന്തിനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്കറിയില്ലല്ലേ? നീ എന്നെ ഹാർബറിലേക്ക് അയച്ചത് നിനക്ക് യാത്ര ചെയ്യാൻ പാടാത്തതാണ്.
വചനേട്ടാ, വചനേട്ടാ, വചനേട്ടാ. നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ ഞങ്ങളെയും കൊല്ലുമായിരുന്നു. എന്തിനാ വിഷമിക്കുന്നത്? കണ്ണീരിനോ മനസാക്ഷിക്കോ ഈ ലോകത്ത് യാതൊരു വിലയില്ല. അടുത്ത കോടതിയും എന്റെ ശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ നീ എന്നേക്കുമായി എന്നെ മറന്നേക്കും. ഞാൻ ചേട്ടനും മറക്കണ്ട. രമേ, നീ എന്നെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു. ഇന്ന് ജയിൽ കിടക്കുന്ന ഒരുത്തന്റെ ഭാര്യ എന്ന നിലയിൽ നിന്റെ ബന്ധുക്കളോ സ്നേഹിതരോ അവരുടെ പടിവാതിക്കൽ പോലും ചെല്ലാൻ നിന്നെ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് ജയേട്ടന്റെ അനുവാദം വാങ്ങാനാണ് ഞാൻ ഇപ്പോ വന്നത്. എന്തനുവാദം? ജയേട്ടൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പലയിടത്തും ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. ഒരു നല്ല കമ്പനിയിൽ നിന്നും ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്. നീ എവിടെയായിരുന്നാലും സമാധാനത്തോടെ ജീവിക്കുന്നുവെന്ന് മാത്രം എനിക്ക് കേട്ടാ മതി. വാടക കുടിശ്ശിയുടെ പേരിൽ വീട്ടുടമസ്ഥൻ വന്ന് വീട് പൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. ശരി, നീ പൊയ്ക്കൊള്ളൂ. എല്ലാം പറഞ്ഞതുപോലെ. എന്തോ നാടാണ് ബഹളം? ഒരു ക്രിക്കറ്റ് കളിക്കാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങോട്ട് നോക്കടാ. വേഗം പോണം മുന്നോട്ട്. അമ്മാ എന്റെ ചില്ലറയില്ല. ചെക്ക് തന്നാലും മതി. ചെക്കോ? അതെ, പിച്ചക്കാശിന് പകരം ചെക്ക് സ്വീകരിച്ചാൽ മതി എന്നാ ഞങ്ങളെ യൂണിയന്റെ തീരുമാനം. ഇൻകം ടാക്സറ ശല്യം കൊണ്ടാ. ഇന്നിലേക്കുള്ള വഴി ഏതാ? ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിയണം. ഇല്ല ചേച്ചി, ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിയണം. ചുമ്മാ ഇല്ലേ ചേച്ചി, ഇവരൊക്കെ ചേച്ചി വഴി തിരിപ്പിക്കാൻ വേണ്ടി പറയാണ്. ശരിക്കുള്ളത് ഞാൻ പറഞ്ഞുതരാം. പറയൂ. അത് അവിടെ തന്നെ ഞാൻ ചോദിച്ചാൽ മതി. പ്രായം കൂടിയ കളിയാക്കരുത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എല്ലാം കുസൃതി പിള്ളേരെ. അവരെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അച്ഛനും അമ്മയും ആരെന്നറിയാതെ തെരുവിൽ വളരുന്ന പിള്ളേരെ. പക്ഷെ
ഞാനെന്ന് പറഞ്ഞ ജീവന്. ഞാൻ ഈ ടൗണിലുള്ള പല ഓഫീസുകളിലും ചോറ് കൊണ്ട് കൊടുക്കുന്നോളാ. തിരിച്ചു വരുമ്പം ഈ പാത്രത്തിലുള്ള മിച്ചം എല്ലാം ഈ പിള്ളേർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇവരെല്ലാം എന്റെ കൂടെ താമസിക്കുന്നേ. പേരെന്താ? അമ്മിണി. ഞാനിവിടെ സ്പിന്നിങ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. സ്ഥലമൊന്നും പരിചയമില്ല. അയ്യോ, മില്ലിലേക്ക് കുറേ ദൂരമുണ്ട്. എന്റെ കൂടെ വന്ന് ഞാൻ കാണിച്ചു തരാം. വലിയ ഉപകാരം. വരും. എടാ വരുന്നടാ. അമ്മിണി എവിടെയാ താമസിക്കുന്നത്? എന്റെ സ്വന്തം വീടങ്ങ് ചന്തമുക്കിലാ. പക്ഷേ ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് പേടിയാ. അതെന്താ? ഞാനൊരു പരനാരയെ കയറി ലവ് ചെയ്തു. അവന്റെ കൂടെ ഒളിച്ചോടിയാ ഞാൻ ഈ ടൗണിലേക്ക് വന്നത്. പക്ഷേ അവൻ എന്നെ ചതിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാല് എന്റെ ആങ്ങളെ ഒറ്റ ചവിട്ടിന് എന്റെ നടു ഓടിച്ചോളെ. ഞാൻ എടുത്തില്ല. ഇവൻ തന്നെയാ കുഞ്ഞെ എടുത്തത്. ഞാൻ കൈയോടെ പിടിച്ചപ്പോഴാ എന്നെ തല്ലി തോടാൻ കൊടുക്കടാ. മണിയാ, എന്താണ് ഇവനെ ഒന്ന് പരിശോധിക്കടാ. അങ്ങ് വെച്ചിരിക്കുക. ഇതാണോ നിങ്ങളുടെ പൈസ? ഇത് തന്നെയാ. രാജുവണ്ണ, ഇവൻ സാധാരണ പോക്കറ്റടിക്കാരനല്ല. ഇവന്റെ ഈ നല്ലൊരു ഗ്യാങ് ഉണ്ട്. നിന്റെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ടോ? 10-20 പേരുണ്ട്. അടുത്ത മന്ത്രിത്വത്തിലുള്ള ആളുണ്ടല്ലോ. ഞാൻ ഈ മാർക്കറ്റ് ഉള്ളിടത്തോളം കാലം ഇവിടെ വന്ന് പോക്കറ്റ് അടിച്ചാലുണ്ടല്ലോ. നിന്റെ തൊലി കൊണ്ടായിരിക്കും മണി പേഴ്സ് ഉണ്ടാക്കുന്നത്. ഈ പേഴ്സ് കണ്ടുപോയി കൈ കൊണ്ട് അടിക്കാൻ പറ്റില്ല. വേടാ. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവന്മാർ ഇന്റർവ്യൂ വെച്ചത്. അവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അവന്മാർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിയമിച്ചു കഴിഞ്ഞു. അയാളാരാ? കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞവനാണ് അവൻ. പേര് മാത്യു. കുട്ടപ്പ, ഞാനൊരു എഴുത്തു തരാം. നീ അത് ഇന്ന് തന്നെ മാത്യുവിന്റെ മകളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. കൊടുക്കാവേ. മാത്യു ജയിലിലായതുകൊണ്ട് അവളുടെ സംരക്ഷണം മറ്റൊരാളെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുതലാളി മനസ്സ് വെച്ചിരുന്നെങ്കിൽ മാത്യു ചായ ശിക്ഷിക്കപ്പെടുകയില്ലായിരുന്നു എന്നാണ് ജനസംസാരം. താക്കത്തി പബ്ലിക്. എടാ, അവൻ കുറ്റം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ വണ്ടി എടുത്ത് ചത്തവന്റെ പേരിൽ ഞാൻ ജയിലിൽ പോകുമായിരുന്നു. വണ്ടി ഓടിച്ച് ഞാനാ. എങ്കിലും എത്ര നന്നായിരുന്നു. അല്ല, കഷ്ടമായി പോയനെ. പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോ പേടിയാവുന്നു മുതലാളി. എന്താണ്? മുതലാളി ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി ട്രബിൾസിനും ജയിലിൽ കയറേണ്ടി വരുന്നത് ഇവിടുത്തെ ജോലിക്കാരാ. ഞാൻ എപ്പോഴാ അകത്താകുന്നൊന്ന് നേരത്തെ അറിഞ്ഞാൽ കൊള്ളാം. എടാ മഠയാ, നീ എന്റെ സ്വന്തം ആളല്ലേ. നിന്നെ പോലെ എന്നോട് നന്ദിയും കൂറുമുള്ളവരെ ഞാൻ ഒരിക്കലും ചതിക്കാറില്ല. എന്റെ നന്ദിയെ കുറിച്ച് മുതലാളിക്ക് അറിയാമല്ലോ. വാലില്ലാത്തോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ആട്ടി കാണിച്ചേനെ. റിയലി. എന്നായാലും ഞാൻ അകത്താ. എന്റെ വീതി. ഡി ബ്ലോക്കുകാരോട് ആഹാരം കഴിക്കാൻ പറയും. ഞാനാണോ വാച്ചർ വേലാതിനെ കൊന്നത്? എന്താണെന്നും മിണ്ടാത്തത്? നീ കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞവരല്ലേ? ഞാൻ മുതലാളിക്ക് വേണ്ടിയാ സാക്ഷി പറഞ്ഞത്. മുതലാളിക്ക് വേണ്ടി നീ പറയുകയല്ലേ?
നിങ്ങൾ ഏതാ? ഞാനിവിടെ സ്പിന്നിംഗ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. പക്ഷേ ജോലി കിട്ടിയില്ല. നിങ്ങൾക്കിപ്പോ എവിടെ പോണം? എങ്ങോട്ട് പോണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ നിന്ന് സംസാരിക്കണ്ട, എന്റെ കൂടെ വരൂ. വരൂ. ഈ ഷെഡിലാണ് എന്റെ കാർ ഇടുന്നതും ഞാൻ താമസിക്കുന്നതും. രമ ഇരിക്കൂ. എന്നെ രക്ഷിക്കാൻ ദൈവമായിട്ടാണ് ചേട്ടനെ ഇവിടെ എത്തിച്ചത്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും മൃഗങ്ങളല്ല എന്ന് രമ മനസ്സിലാക്കിയാൽ മതി. രമ അതെല്ലാം അവിടെ വയ്ക്കൂ. ഈ ഫോട്ടോ അതെന്റെ ഭാര്യയും കുഞ്ഞുമാണ്. അവരിപ്പോൾ വീട്ടിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അവരെ പോയി കാണാറുള്ളൂ. അപ്പൊ ചേട്ടൻ ഭക്ഷണമൊക്കെ എവിടുന്നാ കഴിക്കുന്നത്? അതൊക്കെ സ്വന്തം പാചകം. രമ ഇപ്പൊ നോക്കൂ, അരമണിക്കൂറിനുള്ളിൽ ചോറും കറിയും റെഡിയാക്കി തരാം. അയ്യോ, ചോറും കറിയും ഞാൻ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, അതാണ് അടുക്കള. കുറച്ചുകൂടെ ചോറെടുത്തേ. അയ്യോ മതി. ആ പാത്രം ഇവിടെ വെച്ചേക്കും, ഞാൻ കഴിയാം. രമേ. എന്തോ? രമ ആഹാരം കഴിച്ചിട്ട് ഇവിടെ കിടന്നുള്ളൂ. അപ്പൊ ചേട്ടന്? ഞാൻ പുറത്ത് കാറിൽ കിടന്നു. ശരി. ഇത് 27 നമ്പർ മുറി കൊണ്ട് കൊടുക്കും. ഇപ്പൊ വരാം. സാറേ, ചോറ്. അമ്മണി ഒന്ന് നിന്നേ. എന്താ സാറേ? അമ്മണി ദിവസവും ചോറും കൊണ്ട് വരുമ്പോൾ എന്റെ ഒരു ആഗ്രഹം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താഗ്രഹം സാറേ? അമ്മണിയോട് ഈ കൈ കൊണ്ട് ഈ ചോറൊന്ന് വിളമ്പിത്തരണം. സത്യം പറയട്ടെ സാറേ, പലപ്പോഴും സാറിന്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എന്റെ ഈ കൈ കൊണ്ട് തന്നെ വിളമ്പിത്തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആട്ടെ, എപ്പൊ തുടങ്ങിയതാ സാറിന് ആഗ്രഹം? അമ്മിണിയെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ. വിളമ്പി തീരുമ്പോ പിന്നെ വേറെ വല്ല ആഗ്രഹം കൂടെ ഉണ്ടാവോ? എന്തായാലെന്താ? ആ, ചോറ് കൊണ്ടുവരുന്നതിന് ശമ്പളം കൂടാതെ നിനക്ക് വേണ്ടി 100 രൂപ കൂടി ഞാൻ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടെയാ രൂപ? ഇതാ. ഞാൻ വാതിലടച്ചിട്ട് വരാം. അമ്മിണി, ഈ അലവരാതി പിള്ളേരൊക്കെ എന്തിനാ ഇതിനകത്ത് കയറ്റിയത്? എടാ മാറി, നീനെ കുറിച്ച് എന്താടാ വിചാരിച്ചേ? നിന്റെ പൈസ കാണുമ്പോ അമ്മിണി പോടാ അവിടുന്ന്. നിന്റെ അമ്മ മകനെ വിളിച്ചോണ്ട് വരാൻ പാടില്ലേ? അമ്മിണി, ആരെങ്കിലും കേൾക്കും, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ശബ്ദിക്കൂടാ പട്ടി. ഈ ലോഡ്ജിലുള്ളവർ മുഴുവൻ കേക്കട്ടെ. എല്ലാരും ഓടി വായോ, വായോ, ഓടി വായോ. സാറേ, വിളമ്പി തന്നല്ലോ. ആ, ഇനി വാരി തിന്നു.